സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ആരായിരിക്കും ടോപ്പ് 5-ലെത്താൻ, അതായത് ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റിൽ നിന്ന് ടോപ്പ് 5-ലെത്താൻ ചാൻസ് ഉള്ളത് ആരൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഞാൻ കുറച്ച് ദിവസമല്ല, അതായത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അന്നന്ന് ചെയ്യണമെന്നാണ്, പക്ഷേ നടക്കുന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ തൊട്ട് തലേന്നുള്ള ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ എടുത്ത് വെച്ച് ഒരു വീഡിയോ അങ്ങ് ചെയ്യാം എന്നല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ടാസ്ക് കൊടുത്താലും അത് കൊളാക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്നുകിൽ റദ്ദാക്കും, അല്ലെങ്കിൽ നേരെ ആയിരിക്കില്ല കളിക്കുന്നത്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എല്ലാ ടാസ്കും റദ്ദാക്കുക, ഈ ഒരൊറ്റ മൈൻഡ് സെറ്റോടെയാണ് അവരിൽ എല്ലാവരും കളിക്കുന്നത്. എന്ത് പറയാനായിട്ട്, നല്ലൊരു ടാസ്ക് കൊടുത്താൽ അതിനെ എങ്ങനെയെങ്കിലും കൊളാക്കും. കഴിഞ്ഞ സീസണായാലും ഏത് സീസണായാലും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, ഈഗോ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും എല്ലാം ഉണ്ട്. പക്ഷെ മിക്ക സീസണിലും അവർ കൊടുക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് വേണ്ടി എങ്കിലും. പക്ഷെ ഈ ഒരു സീസണിലോട്ട് വന്നപ്പം എല്ലാ ടാസ്കിലും ഇതാണ്. കളിക്കേണ്ട രീതി മാറി, ഫിസിക്കലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും, നേരെ നടക്കത്തില്ല, വാശിയാവും. പിന്നെന്തുവാ, ബിഗ് ബോസ് എന്നാ ടാസ്ക് അങ്ങ് റദ്ദാക്കും. ആർക്കാ നഷ്ടം? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതായത് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ, അതായത് തനിക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ ഉള്ള ആർക്കും വേണ്ട എന്നൊരു മൈൻഡ് സെറ്റാണ്. അവിടെ അനീഷിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. ആർക്കും കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലാണ് അവിടെ കളിക്കുന്നത്. അതുകൊണ്ടാണ് മിക്ക ടാസ്കുകളും ഇങ്ങനെ റദ്ദായി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദിവസം പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല പറയാനായിട്ട്. ആകെ കുറച്ച് അവിടെ എവിടെയോ എന്തോ ചെറിയ കുറച്ച് കണ്ടന്റ്സ് അല്ലാതെ ഈ ടാസ്ക് റദ്ദാക്കി. അല്ലാതെ എന്താണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്? അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാത്തത് തന്നെ. ചുമ്മാ എന്തിനു വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് പറയാനായിട്ട് അതിൽ ഒന്നുമില്ലായിരുന്നു. ആകെ എനിക്ക് കണ്ടതിൽ കുറച്ച് ഓർമ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി മിസൈലിൻ്റെ വാ അടപ്പിക്കുന്നതാണ്. അതായത് എന്തുവാ, ഇത് ബോട്ടിൽ എടുത്ത് കൊടുത്ത് റിജക്ട് ചെയ്ത പേരിൽ എന്തൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി വന്നിട്ട് മിസൈലിൻ്റെ വാ അടപ്പിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അടിപൊളി ഒരു ഗെയിം തന്നെയായിരുന്നു ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന്. കാരണം ലക്ഷ്മി അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദില നൂറയുടെ കാര്യം ഒഴിച്ച്. ആദില നൂറയുടെ കാര്യം അറിയാമല്ലോ, അത് എന്തുവാ, അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്താൽ പുറത്തു നിന്ന് വോട്ട് കിട്ടും എന്ന് കൊണ്ട് മാത്രമാണ് ലക്ഷ്മി അങ്ങനെ ബിഹേവ് ചെയ്തത്. ആ ഒരു ഇൻസിഡന്റ് അല്ലാതെ ലക്ഷ്മി ഇങ്ങനെ അങ്ങോട്ട് കയറി ചൊറിയുന്നതായിട്ട് ഞാൻ ഒന്നിനും കണ്ടിട്ടില്ല, ആദില നൂറയുടെ വിഷയത്തിൽ ഒഴിച്ച്. ആദ്യമായിട്ടാണ് അതിൻ്റെ അകത്ത് ആദില നൂറ ഒഴിച്ച് നിർത്തി ബാക്കിയുള്ളവരെ കയറി ചൊറിയാൻ തുടങ്ങുന്നത്. അത് ആദ്യമായിട്ട് കിട്ടുന്നത് ഗിസേലിനാണ്. ശരിക്കും പറഞ്ഞാൽ സത്യം തന്നെയാണ് പറയുന്നത്. ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നു, എനിക്ക് വലിയ മനസ്സാണ്, നീ എൻ്റെ ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞല്ലോ. ഗിസേൽ ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല, ഒറ്റ അക്ഷരം. അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കണ്ടന്റ് തന്നെയായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ദിവസം ശരിക്കും എടുത്ത് പറയുന്നത്. ബാക്കി ദിവസം എന്താ, അങ്ങോട്ടടി ഇങ്ങോട്ടടി, കുപ്പി പറക്കുന്നു. അത് കുപ്പി പറക്കുന്നു, ഓക്കെ, കാരണം ഏജന്റുമാർ ഓടിച്ചെന്ന് എടുത്തില്ലെങ്കിൽ ഓക്കെ. അത് കഴിഞ്ഞുള്ള അങ്ങോട്ടടി ഇങ്ങോട്ടടി. ശരിക്കും പറഞ്ഞാൽ അനീഷ് അങ്ങനെ ബിഹേവ് ചെയ്തതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അമ്മാതിരി രീതിയിലാണ് ആദില എന്നല്ല, അതിനകത്ത് പലരും അനീഷിനോട് പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് ഇത്ര ക്ഷമയുണ്ടെന്ന് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. എങ്ങനെ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നു? ഞാനൊക്കെ ആലോചിച്ചു, ഞാനാണ് ആ സ്ഥാനത്തേക്ക് എപ്പോഴേ പൊട്ടിത്തെറിച്ചത്. അവിടെ പല പ്രശ്നങ്ങളുമായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. ആദില എന്ത് വൃത്തികെട്ട രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് പെരുമാറിയത്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ശരിയാണ്, ആദിലയ്ക്ക് നൂറയ്ക്കൊക്കെ സപ്പോർട്ടുണ്ട്, ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അതിനുശേഷം ആദിലയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലങ്ങ് മാറി എന്ന് പറഞ്ഞാൽ ആര്യനെ പോലെ ആയി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും പുച്ഛം. ഞാൻ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാണ് ആദിലയുടെ കാര്യം മാത്രമാണ്. നൂറ വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ആദില നല്ല മാറിയിട്ടുണ്ട്. കാരണം ആ റിയാസും ആ ഒരു ഗസ്റ്റിന്റെ വരവോടുകൂടി അവരുടെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡെ മാറിയിട്ടുണ്ട്. ആദിലയുടെ എല്ലാവരുടെ ദേഷ്യവും പുച്ഛവും എന്ത് പറഞ്ഞാലും. ഇന്നലെ അനീഷ് മര്യാദയായിട്ട് പോയിട്ട് പറഞ്ഞതാണ്, ഒന്ന് വെസൽ നമ്മൾ കഴുകി വെക്കണം, അടുത്ത ടീം കയറാറായി, അടുത്തത് കുക്ക് ചെയ്യാൻ ടൈമായി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പറ്റില്ല, താനെൻ്റെ ഭർത്താവോ എന്ന രീതിയിലൊക്കെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
കുറേ നേരം അവിടെ നിന്ന് പറഞ്ഞു. അവിടെ അനീഷ് വന്നിട്ട് റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്, കഴിവ് വെക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ ഇത് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അതിൽ എനിക്ക് തോന്നിയത് അവിടെ ചെന്ന് റിക്വസ്റ്റ് ചെയ്യും പോലെ തന്നെയാണ്. കാരണം ഷൗട്ട് ചെയ്തിട്ടില്ല, വന്ന് കഴുകി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താ ഇത് എഴുതി ഒപ്പിട്ട് കാലൊക്കെ പിടിച്ചെടുത്തോണ്ട് പോകണം ആദിലേക്ക് മാത്രം പ്രത്യേകിച്ച് കൊമ്പൊന്നും ഇല്ലല്ലോ. അത് മര്യാദയ്ക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, അപ്പോഴും കഴുകാൻ പറ്റില്ലെങ്കിൽ അതിന്റെ റീസൺ പറയണം. ചേട്ടാ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, ഞാൻ വന്ന് കഴുകിക്കോളാം. ഇത് അങ്ങനെയല്ല, ഇങ്ങോട്ട് മെക്കിട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെ അത്ര നേരം അനീഷ് പിടിച്ചതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് അത്ര നേരം പറഞ്ഞ് അനങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ അനീഷ് പറഞ്ഞു ശരി ഞാൻ കഴുകിക്കോളാം എന്നും പറഞ്ഞ് കഴുകാൻ പോയി. അപ്പൊ ആദ്യത്തെ ഷോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവരുടെ ബെഡൊക്കെ വാരി ഈ നിലത്തടിക്കുന്നത്? അതിന്റെ ആവശ്യം എന്തോന്നാണ്? എന്ത് ഷോയാണോ എന്തോ അവിടെ കിടന്നത് ആദില. എന്നിട്ട് നൂറ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, മോശമാണെന്ന്. നൂറയ്ക്ക് അവളുടെ വിവരമുണ്ട്. അതിലേക്ക് എന്തായിക്കോട്ടെ, മോഷൻസോ വാട്ടവർ, അതൊക്കെ കൺട്രോൾ ചെയ്യണം. ഇത്രയും നാൾ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ അതിലേക്ക്. ആ ഒരു ഗസ്റ്റ് വന്ന് പോയ ശേഷമാണ് ഇത്രയുള്ളൊരു ബിഹേവിയർ ചേഞ്ച് ഞാൻ ഇതിൽ കാണുന്നത്. ആദിലയിൽ ബെഡെടുത്ത് തറയടിക്കുന്നു, എന്താ ഈ പില്ലോ കൊണ്ടെറിയുന്നു, എന്നിട്ട് വെള്ളം കമത്തി അനീഷിന്റെ മണ്ടയിൽ ഇങ്ങനെ തെറിപ്പിക്കുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആദില. ഒരു കാര്യമില്ല, പട്ടി ഷോയാണ് വെറുതെ കിടന്നു. എന്നിട്ട് പിന്നീട് വന്നിട്ട് അയാൾ എനിക്ക് കണ്ടുകൂടാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് ഷാനവാസിന്റെ അടുത്ത്. അതുപോലെ എനിക്ക് തോന്നുന്നു അനീഷ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ പെരുമാറുന്നത്. അനീഷിന്റെ അടുത്ത് ആദില പെരുമാറുന്നത്, ഷാനവാസ് പെരുമാറുന്നത്, ജിഷിൻ പെരുമാറുന്നത് എന്നാലോചിച്ച് നോക്ക്. ആദില അങ്ങനെ കടന്നിട്ട് ഈ അനീഷിന് പകരം വേറെ ആരായിരുന്നെങ്കിലും ആദില അങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. 100% ഉറപ്പാണ്, ഒരിക്കലുമില്ല. അങ്ങനെ പെരുമാറത്തേ ഇല്ല. എനിക്ക് തോന്നുന്നത് അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് ആദില ആ രീതിയിൽ പെരുമാറിയത്. അത് 100% ഉറപ്പാണ്. വേറെ ആരായിരുന്നെങ്കിലും അങ്ങനെ ഒരു സംസാരമേ അവിടെ നടക്കത്തില്ല. മേ ബി ഒരു ചെറിയ 2-3 പൊട്ടിത്തെറി നടക്കുമായിരിക്കും. ചിലപ്പോൾ ആദ്യം പറയുമായിരിക്കും എനിക്കിപ്പോൾ വയ്യ പിന്നെ വന്ന് കഴുകാം എന്ന് പറയും എന്നല്ലാതെ ഇങ്ങനെ ഈ ഇത് വാരി എറിയലും ഒന്നും അവിടെ ചെയ്യാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. അനീഷ് പ്രത്യേകിച്ചൊന്നും തിരിച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ച് ചെയ്യത്തില്ല എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആദിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വേറെ ആരുടെയെങ്കിലും മുഖത്ത് കഴുകിയ വെള്ളം തെറിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്? അവിടെ ഭൂകമ്പം നടന്നു, അത് ഉറപ്പാണ്. ഭൂകമ്പം അവിടെ നടന്നത് അതിലൊക്കെ അറിയാം. അതുകൊണ്ട് മാത്രമാണ് അനീഷിന്റെ അടുത്ത് അങ്ങനെ തീർക്കുന്നത്. അതിൽ എത്രയോ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഈ വെള്ളം കഴുകിയ, അതും ആ വൃത്തികെട്ട വെള്ളം ഇങ്ങോട്ട് കുടയുന്നത്, വേസ്റ്റിന്റെ വെള്ളം. ഞാനെങ്ങാനായിരുന്നെങ്കിൽ എൻ്റെ അമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വരും ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് ആദിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ തന്നെ ആദ്യത്തെ ദിവസം അതിന്റെ ലാസ്റ്റ് ആയപ്പോൾ മൈജിയുടെ ടാസ്ക് ഉണ്ടായിരുന്നു, അതിലും അടി തന്നെയാണ്. അതും സ്പോൺസർ ടാസ്ക്കാണ്. സ്പോൺസർ ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നല്ല രീതിയിൽ കളിച്ച് തീർക്കാൻ നോക്കുക. അതിൻ്റെ അകത്തും അടി, അതും കൂടെ റദ്ദാക്കണം. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ റദ്ദാക്കി കളയുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. തള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടടി ഇങ്ങോട്ടടി. അതിനിടയിൽ കൂടെ ജിഷിനും അനീഷ് വന്ന് നിന്നിട്ട് ജിഷിൻ ഔട്ടായി പോയപ്പോൾ ജിഷിൻ എന്താ പറയുന്നത്, ദേഹത്ത് വിട്ട് കളിക്കരുത്, ഇതാണ്. പോണവരും വരുന്നവരും എല്ലാവരും അനീഷിന്റെ മെക്കിട്ട് കയറുന്നതാണ്. എനിക്ക് പറഞ്ഞാൽ കാണുമ്പോൾ ചിരിയായിരുന്നു. കാരണം അനീഷ് പ്രതികരിക്കില്ല. അതായത് എന്തുവാ, ഭയങ്കര അഗ്രസീവായ രീതിയിൽ പ്രതികരിക്കില്ല. ഇത്രയും നാൾക്കിടയിൽ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ബോട്ടിൽ ടാസ്കിലാണ് അനീഷ് അത്ര രീതിയിൽ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടത്. അതായത് ഒരു ഭയങ്കര അഗ്രഷനോടുകൂടി എന്താ മറ്റേ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കഴുകി വെക്കുക, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുമെങ്കിലും ഈ സാധനങ്ങളൊക്കെ എടുത്ത് നിലത്തടിക്കുന്നതും ആ ഒരു രീതിയിൽ അനീഷിനെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു ടാസ്കിൽ. കാരണം അറിയാലോ, പിറകെ നടന്ന് ചൊറിഞ്ഞു, എത്രത്തോളം ചൊറിയാൻ പറ്റും അത്രത്തോളം ആദില ചൊറിഞ്ഞിട്ടുണ്ട്. ആദിലയും നൂറയും മോശമൊന്നുമില്ല. ബോട്ടിൽ തട്ടിക്കമത്തുന്നു, വെള്ളം കളയുന്നു, അതിൻ്റെയൊക്കെ കാര്യം എന്തോന്നാണ്? അത് ഞാൻ പറഞ്ഞില്ല, അനീഷ് ആയതുകൊണ്ട് മാത്രം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നല്ല കൊട്ട് കിട്ടിയത് ഉറപ്പാണ്. ആ ഷാനവാസിന്റെ അടുത്തോ ആ ഒനീലിന്റെ അടുത്തൊക്കെയാണ് ഇങ്ങനെയാണ് കാണിച്ചിരുന്നെങ്കിൽ അത് നല്ല പോലെ കിട്ടിയത്. അഭിലാഷ് അതിൻ്റെ അകത്ത് അനീഷ് വെച്ച് വേറെ ആരെടുത്ത് അങ്ങനെ കാണിച്ചാൽ ഇപ്പം അതിലാ നൂറ് ഏതെങ്കിലും ലേഡീസിന്റെ അടുത്താണ് കാണിച്ചെങ്കിൽ പോലും നല്ല പോലെ കിട്ടും. അനുമോൾ ഒഴിച്ച്, അനുമോൾ മാറി കരയുമായിരിക്കും, അറിയത്തില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം വേറെന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തോ? ഓക്കെ, ഇസൈലിൻ്റെ കാര്യം, അനുമോൾ, ഓക്കെ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും. അതുപോലെ നമ്മുടെ നിവിൻ്റെ വയറ്റിനകത്ത് വല്ല കൊക്കപ്പുഴ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഒരു 24 മണിക്കൂറും അതിൻ്റെ അകത്ത് അവൻ്റെ കണ്ടന്റ് കാരണം ഇപ്പം
ഫുഡ് കഴിക്കലാണ്. എന്തോന്നടേ എപ്പോഴും ഈവൻ അവിടെ അടി നടക്കുമ്പോൾ പോലും, ആ ബോട്ടിൽ ടാസ്കിൻ്റെ ഇടയിൽ അടി നടക്കുമ്പോൾ പോലും അരിപ്പ വെച്ച് വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ്. ജയിലിൻ്റെ അകത്ത് കിടന്നപ്പോൾ വെള്ളം കുടിക്കുകയാണ്. എൻ്റെ അമ്മ എന്തുവാ ഇത്? പഞ്ചസാരക്കടി, ചപ്പാത്തിക്കടി. അവിടെ നിവിനാണെന്ന് തോന്നുന്നു ഫുഡിന് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്. ഇന്നലെയും ലക്ഷ്മിയായിട്ട് പഞ്ചാരയായിട്ട് അടിയുണ്ടായി. എനിക്കറിയത്തില്ല. ആ പുള്ളിക്കാരൻ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കയ്യിൽ കാണും കഴിക്കാനായിട്ട്. എന്താണോ വേറെ ആരിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തുവാ ലാസ്റ്റത്തെ മറ്റേ ഇമ്മ്യൂണിറ്റി ടാസ്ക്, അതിൽ ആദ്യം കള്ളത്തരം കാണിച്ചതാണ്. അത് ഉറപ്പാണ്, കാരണം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസിന് മനസ്സിലായപ്പോഴാണ് എല്ലാവരും തിരിച്ചു നിർത്തിയിട്ടും ഞാൻ കരുതി ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടാവുമെന്ന്. പക്ഷെ അല്ല, ആദ്യം അത്യാവശ്യം നല്ലപോലെ ഫോക്കസ് ചെയ്ത് കളിച്ചു. 2-3 പേരൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ഔട്ടായി. അവസാനം ബിന്നിയും നമ്മുടെ അക്ബറുമാണ് എത്തിയത്. ബിന്നി വിജയിയായി, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഇടയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ബിഗ് ബോസ് ആണ്, പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഇതിന് മാത്രം ടാസ്ക് റദ്ദാക്കിയ ഒരു സീസൺ വേറെ കാണത്തില്ല. ഈ സീസൺ 7 ആയിരിക്കും. ബിഗ് ബോസ് അങ്ങോട്ട് പണി കൊടുക്കാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ തിരിച്ചു പണിയുകയാണ്. അത് ഏത് രീതിയിലാണ് പണിയുന്നത്? ടാസ്ക് റദ്ദാക്കുമ്പോൾ ആർക്കാണ് നഷ്ടം? അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് തന്നെയാണ്. ആ ബുദ്ധി അവർക്കില്ല. എല്ലാ ടാസ്കും റദ്ദാക്കുക, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പോലും ചെയ്യാത്തത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ടാസ്ക് റദ്ദാക്കുന്നു, അവർ തമ്മിൽ അടി കൂടുന്നു, പോകുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് 2 എപ്പിസോഡിൻ്റെ വീഡിയോ ഒരുമിച്ച് ചെയ്യാം. കണ്ടന്റ് ഇല്ലാത്ത ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ വന്നിരുന്ന് എന്ത് പറയാനാണ്? കൂടിപ്പോയ 5 മിനിറ്റ് കാണും വീഡിയോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഇന്നലെ സ്കിപ്പ് ചെയ്തത്. ഇന്നലെ സമയമുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.